കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 സോണുകളാക്കി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം. കടാവർ നായകളെയും തെർമൽ ഡിറ്റക്ടറും ഉപയോഗിച്ചാണ് പരിശോധന. ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് സാജിദ് അജ്മൽ, ആശുപത്രിയിൽ നിന്ന് ഷിത ജഗത് എന്നിവർ. ആദ്യം സാജിദിലേക്ക്. സാജിദ്, ഇന്നും രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. യന്ത്രസഹായങ്ങളോടുകൂടിയൊക്കെയുള്ള തെരച്ചിലിൻ്റെ പുരോഗതി എങ്ങനെയാണ്? മഴ എത്ര കണ്ട് തടസ്സമാകുന്നുണ്ട്? എന്താണ് സ്ഥിതി? സൈഫുദ്ദീൻ, തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഈ റോഡ് കേന്ദ്രീകരിച്ച് ഈ വൃത്തിയാക്കൽ നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ തോതിൽ മണ്ണ് കൂടിക്കിടക്കുന്നു. നിരവധി JCBകൾ ഉപയോഗിച്ചാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുഴയിലേക്ക് ഈ NDRF സംഘത്തിനും ഫയർഫോഴ്സ് സംഘത്തിനും ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പുഴയുടെ ഈ കരകളിൽ ഏതെങ്കിലും ആളുകൾ അകപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന പരിശോധന വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പുഴയിൽ ഈ വീണ് കിടക്കുന്ന മരങ്ങളിലും വടങ്ങളും മറ്റും കെട്ടിയാണ് ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വരും ഈ മണിക്കൂറുകളിലും ആ പരിശോധന തുടരും. മുഖ്യമന്ത്രി ഇവിടെ ഈ ഉച്ചയോടുകൂടി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 3 മണിയോടുകൂടിയെങ്കിലും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യം സംഭവ സ്ഥലത്തേക്കാണ് എത്തുക. പിന്നീട് ആശുപത്രി സന്ദർശിക്കും, ക്യാമ്പ് സന്ദർശിക്കും. ഇവിടെ നിന്നും മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കമ്പനി ദുർബലമായ വാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഈ ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അത് പിന്നീട് കൂട്ടിയിട്ട മണ്ണ് ഒന്നിച്ച് വന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയുണ്ട്, അത് എവിടെയാണ് എന്ന് പോലും അറിയാത്ത വിധം പൂർണ്ണമായി തകർന്നു. കമ്പനിയുടെ പല സാമഗ്രികളും പുഴയിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഈ രീതിയിലുള്ള വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 4 സോണുകളാക്കി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് തിരച്ചിലിൽ മൃതദേഹമോ ഇല്ലെങ്കിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. കടാവർ നായ്ക്കളുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയാണ്. വലിയ തോതിൽ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മുണ്ടക്കൈയിലേക്ക് കണ്ടതുപോലെയുള്ള വലിയ പ്രദേശം ഇല്ലെങ്കിൽ കൂടി കുറച്ച് പ്രദേശമാണെങ്കിലും വലിയ തോതിൽ മണ്ണ് അടിഞ്ഞു കിടക്കുന്നത് നീക്കം ചെയ്താൽ മാത്രമേ ഈ ആളുകളെ കണ്ടെത്താൻ കഴിയൂ. ആളുകൾ പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരം പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും സ്ട്രക്ചറും മറ്റുമായി NDRF ഉദ്യോഗസ്ഥർ പോകുന്നു. ഈ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്.